പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ചാലും ഫണ്ടൊക്കെ പാസ്സാക്കി തരാൻ പറ്റും കേട്ടാ. അഡ്രസ് ഒന്ന് പറഞ്ഞു തന്നെ. ജോർജ് വലിയ കുഴി. ആഹാ, പേര് തന്നെ ഒരു വലിയ കുഴി ഉണ്ടല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ കോൺട്രാക്ടർ ആകും. അത് മനസ്സിലായി. കോൺട്രാക്ടർ ജോർജ് വലിയ കുഴി. ഈ കോൺട്രാക്ട് എങ്ങനെ എഴുതുക? പഞ്ചായത്ത് പ്രസിഡന്റാ, കോൺട്രാക്ടർ എങ്ങനെ എഴുതുന്നു? ആദ്യം കോണെന്ന് എഴുതേ, എന്നിട്ടൊരു ട്രാക്ടറിന്റെ പടം വരച്ചു വെച്ചാൽ അപ്പൊ കോൺട്രാക്ടർ. കോൺട്രാക്ടർ. അപ്പൊ ഈ അഡ്രസ് വെച്ച് റെഡി ആയിക്കോളാം. അയ്യോ സാറേ, ഇത് ടാർ പൈപ്പൊക്കെ തീ പിടിച്ച്. ടാർ പൈപ്പൊക്കെ ഉരുട്ട് വരുന്നു. എന്റെ മോട്ടും എന്റെ പണിക്കാരനെ എന്നാണ് ഈ വെള്ളത്തി. ചേട്ടാ, ഞാൻ അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ പോണ ചേട്ടാ. കുടിക്കാൻ വെള്ളം എടുക്കാം. അപ്പുറത്തെ വീട്ടിൽ വെള്ളം എടുക്കാൻ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണം. ഞാൻ ഏത് വീട്ടിൽ പോയാലും ഇങ്ങനെ നല്ല ഡ്രസ് എടുത്തിട്ട് ചേട്ടാ പോവാറ്. വൃത്തിയുള്ളവനാ ചേട്ടാ. അതോ ഞാന് ഒരു 5 മിനിറ്റ് വൈകും ചേട്ടാ. എന്താണ് വായിക്കുന്നത്? എനിക്ക് മൂത്രം വെക്കണം ചേട്ടാ. പോയിട്ട് പറ്റ പോട്ടെ. മൂത്രം ഒഴിക്കണം. ഇങ്ങനത്തെ ആക്ഷൻ കാണിച്ചെന്താ? അവന് ചായ കുടിക്കണമെങ്കിൽ മൂത്രം ഒഴിക്കണം. ഒറ്റ ആക്ഷൻ. അതുകൊണ്ടാണല്ലേ. അതെ, വേറൊരു കാര്യമുണ്ട്. ഇവനിങ്ങനെ ഡ്രസ് ചെയ്ത് പോകുന്ന കാര്യം എന്ന് അറിയോ? ആ വെള്ളം എടുക്കാൻ പോകുന്ന വീട്ടിൽ ഒരു വാണാലി പെണ്ണുണ്ട്. അവളാണെങ്കിൽ വെയിലും പൊളിച്ച് അങ്ങനെ ഉള്ളിൽ ചാടാൻ വേണ്ടി ഇരിക്കുക. അപ്പൊ അവളുമായിട്ട് എന്തോ ചെറിയ ലൈൻ ഉണ്ടോ എന്ന് ചെറിയൊരു സംശയം. അത് അവനെ എപ്പോഴും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.